ഹലോ അസ്സലാമലൈക്കും. എല്ലാവരും നമ്മളെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക, ഫുള്ളായിട്ട് വീഡിയോ കാണുക. ഇന്ന് നമുക്ക് വന്നിട്ടുള്ള പറഞ്ഞാൽ പോർഷേൻ്റെ ഒരു കവർ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കസ്റ്റമർ കവർ ചെറിയ ഡാമേജുകളൊക്കെ ആയിട്ടുണ്ട്, ലോഗോൻ്റെ ആ ഭാഗമൊക്കെ ചെറുതായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്താക്കുകയാണ്, അതിൻ്റെ കവർ പുതിയ കവർ ഇട്ടിട്ട് ചേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. അതിനാകെ ഒരു സ്ക്രൂവേ വരുന്നുള്ളൂ, അത് ആ ഭാഗത്താണ്. അതിൻ്റെ ബാക്കത്തെ ലോക്കറ്റ് ഇടണം, നമ്മളെ കീ ചെയിനൊക്കെ വെക്കണം, ആ സാധനം ഇതാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല, പക്ഷേ ലോക്കറ്റ് ഇടാൻ പറ്റില്ല എന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്താക്കുക, ശ്രദ്ധിച്ച് ഊരുക. സൈഡിൽ മെല്ലെ ഒരു ഇതിട്ട് തിക്കി കഴിഞ്ഞാൽ അങ്ങോട്ട് പോരും. നല്ല തിക്കിയിട്ടില്ലെങ്കിൽ എന്താക്കും, അത് പൊട്ടിപ്പോവും. ഓക്കെ, പിന്നെ പൊട്ടിച്ച് എടുത്തു കഴിഞ്ഞാൽ എന്താ വെച്ചാൽ ഉള്ളിൽ എന്തെങ്കിലും ഡാമേജ് വരും. ഉള്ളിൽ ഡാമേജ് വന്നാൽ പിന്നെ വർക്കാവില്ല, കാരണം അതൊക്കെ സെൻസറും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് വർക്കാവില്ല. അപ്പോൾ നല്ല ശ്രദ്ധിച്ചിട്ട് ഊരണം, കാരണം ഓൾറെഡി വർക്കിംഗ് ഉള്ള റിമോട്ടാണ്. അപ്പോൾ നമ്മൾ എന്താക്കുക, മെല്ലെ ഊരുക. ഇതിൻ്റെ ബോർഡ് ഊരാൻ കുറച്ച് റിസ്ക്കാണ്. ബോർഡ് കറക്റ്റ് അതിൻ്റെ ഉള്ളിൽ പ്ലാസ്റ്റിക് എന്തൊക്കെ ഉണ്ടാവും, ഉരുക്കിയിട്ട് വെച്ചിട്ടുണ്ടാവും. നമ്മളെന്തൊക്കെ മെല്ലെ വെച്ച് തിക്കുക. ഓവർ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പൊട്ടിപ്പോകും ബോർഡ്. പിന്നെ അതിൻ്റെ സെൻസറാണ് ആ കാണുന്നത്, അതവിടെയും ഭാഗം കറക്റ്റ് മെല്ലെ ഊരിയെടുക്കണം. പിന്നെ നമ്മളെന്താക്കണം, അതിൻ്റെ ബാറ്ററി കണക്ടറാണ് ആ വരുന്നത്. ബാറ്ററി കണക്ടർ ഇട്ടിട്ടില്ലെങ്കിൽ വർക്കാവില്ല, റിമോട്ടൊന്നും വർക്കാവില്ല. ബാറ്ററി കണക്ടർ സെപ്പറേറ്റ് വാങ്ങാനൊന്നും കിട്ടില്ല, അതൊക്കെ റിമോട്ടിൻ്റെ ഒപ്പം വരുന്ന തന്നെ മെല്ലെ വെച്ചിട്ട് ഇടണം. പിന്നെ പോയി കഴിഞ്ഞാലൊക്കെ എന്തെങ്കിലുമൊക്കെ ആക്കി വെച്ച് കൊടുക്കുക, പക്ഷെ അതൊന്നും ഒരു പെർഫെക്റ്റ് ഉണ്ടാവില്ല, പെർഫെക്റ്റായിട്ട് ഉണ്ടാവില്ല അതൊന്നും. അപ്പോൾ എന്താക്കുക, അതൊക്കെ ശ്രദ്ധിക്കുക. എന്നിട്ട് എന്താക്കുക, പുതിയ കവറിന്മേൽ ആ ബാറ്ററി കണക്ടർ വെക്കുക. കാരണം പുതിയ കവറിൻ്റെ കൂടെ ബാറ്ററി കണക്ടർ എല്ലാത്തിനൊക്കെ വരും, ഇതിനൊന്നും വരുന്നില്ല. ചില മോഡലിന് വരും, ചില മോഡലിന് വരില്ല. വരാത്തതുണ്ട് എന്നുണ്ടെങ്കിൽ എന്താക്കുക, നമ്മൾ അങ്ങനത്തെ ഈ പഴയതിൻ്റെ തന്നെ എടുത്ത് വെച്ച് കൊടുക്കുക. ശ്രദ്ധിച്ച് വെക്കണം, കറക്റ്റ് അതിൻ്റെ ഉള്ളിൽ ഇറങ്ങി കിട്ടണം, അല്ലാന്നുണ്ടെങ്കിൽ റിമോട്ട് വർക്കാവില്ല. പിന്നെ പോസിറ്റീവ് ആകും, വേറെ എവിടെയെങ്കിലൊക്കെ തട്ടി കഴിഞ്ഞാൽ, ബോർഡിൻ്റെ എവിടെയെങ്കിലൊക്കെ തട്ടി കഴിഞ്ഞാൽ എന്താവും, ഷോർട്ടായി പോകും. അപ്പോൾ അത് വെച്ച് കഴിഞ്ഞ് ഇനി എന്താക്കുക, ബോർഡ് കറക്റ്റ് അതിൻ്റെ സെൻസറൊക്കെ കറക്റ്റ് ആ സ്ഥലത്ത് തന്നെ കറക്റ്റ് വെച്ച് കൊടുക്കുക. ഓക്കെ, ഉള്ളിൽ തൊടാൻ പാടില്ല, ഉള്ളിൽ തൊടരുത് എന്നാണ് സംഭവം. ഞാനിപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തുടക്കത്തിലായതുകൊണ്ടൊക്കെയാണ് അങ്ങനെ തൊടുന്നതും ഇതാക്കുന്നതൊക്കെ. നമുക്ക് എങ്ങനെ ഏതാണെന്നുള്ളത് കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഗ്ലൗസൊക്കെ ഇട്ടിട്ട് വേണം എടുക്കാൻ. ഞാൻ ഗ്ലൗസൊക്കെ ഇടണമെന്ന് വിചാരിക്കുന്നുണ്ട്, വീഡിയോ ഒന്ന് ഉഷാറാക്കിയിട്ട്. കറക്റ്റ് രണ്ട് സൈഡും പ്രസ്. അതിൻ്റെ ലോക്ക് വരുന്നത് രണ്ട് സൈഡത്തതിലാണ്. നമ്മൾ സെപ്പറേറ്റ് വെക്കും, എന്താണ് എക്സ്ട്രാ കവർ ഇടുമ്പോൾ സെപ്പറേറ്റ് സൈഡത്തതിലാണ് ലോക്ക് വരിക. മറ്റേത് ഒറിജിനലിൻ്റെതാവുമ്പോൾ ഉള്ളിൽ എന്താക്കുക, ഗമ്മിട്ടിട്ടേക്കാരം വരിക. ഇത് കറക്റ്റ് എന്താക്കുക, വെച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും വിടർന്ന് പോവില്ല. ഓക്കെ, പിന്നെ ചാനൽ കാണുന്നവരൊക്കെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഷോപ്പിലൊക്കെ വരുന്നുണ്ട് എന്നുണ്ടെങ്കിലൊക്കെ നമ്മൾ നല്ല ഡിസ്കൗണ്ട് സ്പെഷ്യൽ റേറ്റ് ഒക്കെ തരും. ഓക്കെ, അതിലേക്ക് പ്രസ്സാക്കി കൊടുക്കണം, ഇല്ലയെന്നുണ്ടെങ്കിൽ അത് നിലത്ത് വീണ് കഴിഞ്ഞാലൊക്കെ കണ്ട് വിടർന്ന് പോരും. കാരണം സ്ക്രൂ ഒന്നുമില്ല, ആകെ ക്ലിപ്പുമ്മലാണ് അതൊക്കെ നിൽക്കുന്നത്. എല്ലാ സൈഡും നല്ല പ്രസ്സാക്കി കൊടുക്കുക. ബാറ്ററീൻ്റെ ഒക്കെ നല്ല ചെക്ക് ചെയ്യണം, 2-3 വട്ടം ചെക്ക് ചെയ്യണം, കറക്റ്റാണോ എന്ന്. കാരണം നിലത്ത് വീണ് കഴിഞ്ഞാൽ ചെതറി അങ്ങോട്ടും ഇങ്ങോട്ടും 2-3 കഷ്ണമായിട്ട് പോവുക ചെയ്യുക. അപ്പോൾ എന്താവും, ഒക്കെ ഡാമേജ് ആയി പോകും. കസ്റ്റമർ നമ്മളോട് ഇപ്പോൾ വന്നിട്ട് പറയുക ചെയ്യുക, അങ്ങനെ ഡാമേജ് ആയിട്ടുണ്ടെന്ന്. അപ്പോൾ നമ്മൾ അതിനുള്ള ഇട വരുത്തരുത്. അപ്പോൾ റിമോട്ടൊക്കെ കറക്റ്റ് വർക്കിംഗ് ആണ്. എല്ലാവർക്കും നമ്മളെ ചാനൽ ഉപകാരപ്പെടും, വീഡിയോസൊക്കെ യൂസ്ഫുള്ളാണെന്ന് വിചാരിക്കണം.